ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലെത്തുന്ന സമയത്ത് എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയത് ഈ മേഖലയെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് സാരമായി ബാധിച്ചിട്ടുള്ളത്. 2 മാസം പിന്നിട്ടിട്ടും കേന്ദ്രങ്ങൾ തുറക്കാൻ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് തോൽപ്പെട്ടി കുർവാദ്വീപ് ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവർ കാട്ടിക്കുളത്ത് പിച്ചയെടുത്ത് പട്ടിണിക്കഞ്ഞി വച്ച് പ്രതിഷേധിച്ചത്. വയനാട് ജില്ലയിലെ ഇക്കോ ടൂറിസങ്ങൾ 3 മാസമായിട്ട് മൂടിയിരിക്കുകയാണ്. ഇതിന്റെ ഭരണാധികാരിയായ ജില്ലാ കളക്ടറാണ് ഇത് തുറക്കണോ തുറക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത്. ഹൈക്കോടതി വരെ ഇതിൻ്റെ സ്റ്റേ പിൻവലിച്ച സ്ഥിതിക്ക് വയനാട് ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ അധികാരി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറക്കണം. ഇന്ന് ഞങ്ങളിവിടെ ഒരു പട്ടിണി സമരം, അതായത് കഞ്ഞിവെപ്പ് സമരം നടത്തിയത് അതിൻ്റെ സൂചന എന്നുള്ള നിലക്ക് മാത്രമാണ്. ഇതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്നും കണ്ണു തുറന്നില്ല എങ്കിൽ കളക്ടറേറ്റിന് മുമ്പിൽ ഞങ്ങൾ ഇതേപോലെ പട്ടിണി സമരവും അതേപോലെ തന്നെ നിരാഹാര സമരവും നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കർണാടകയിൽ സഞ്ചാരികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സന്ദർശനം നടത്തുമ്പോൾ കടുത്ത നിയന്ത്രണങ്ങളോടെ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചത് നിരവധി പേർക്കാണ് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. ലോൺ എടുത്തവരും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പലിശയ്ക്ക് പണം കണ്ടെത്തിയവരും വാഹനമെടുത്ത ടാക്സി തൊഴിലാളികളും ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകരും തിരിച്ചടവിന് പണം കണ്ടെത്താൻ കഴിയാത്ത ദുരിത ജീവിതത്തിലാണ്. കാട്ടിക്കുളത്ത് നടത്തിയ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാനന്തവാടി യൂണിറ്റ് പ്രസിഡന്റ് കെ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്യുകയും ഹംസ KB അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ നടപടിയായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സംയുക്ത സമര സമിതിയുടെ തീരുമാനം. സി മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.